ഇപ്പം നമ്മൾ അവിയലിന് എത്ര എടുക്കുന്നുള്ളൂ. ഇത്രയും വിഭവസമൃദ്ധമായിട്ട് നോർമലി കഴിക്കലൊന്നുമില്ല. വേണ്ട നിന്നു ഗ്യാസ് ഇത് ഫുള്ളായപ്പം അത് നിന്നു. ഞാൻ ഇത് കല്യാണം കഴിച്ച് വന്നപ്പോൾ ഒരു റെസിപ്പി ബുക്ക് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. ഇത് മോളുടെ ജീൻസാണ്. 2 മാസം അതിൻ്റെ പുറകെ കിടക്കുന്നത് ചെയ്യാൻ വേണ്ടി. ഹലോ, വെൽക്കം ടു വാച്ച് യുവർ സ്റ്റോറി. ഇത് വിദ്യയാണ്. നമ്മുടെ ഒരു വീക്കെൻഡ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കഴിഞ്ഞ കുറേ വീക്കെൻഡുകളായിട്ട് എല്ലാ വീക്കെൻഡ് എന്തെങ്കിലും പരിപാടിയാണ്. ഈ ഒരു വീക്കെൻഡാണ് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഒരു എളുപ്പമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഗ്രീക്ക് യോഗോട്ട് എൻ്റെ അടുത്തുള്ള സാധനങ്ങളാണ്. കുറച്ച് ഗ്രാനി സ്മിത്ത് ആപ്പിളും വാൾനട്ടും പ്രോട്ടീൻ പൗഡറാണ്. ഇത് ഓൾറെഡി വാനില ഫ്ലേവേർഡാണ്. വേറെ മധുരമുണ്ട്. വേറെ മധുരം ഇടേണ്ട ആവശ്യമില്ല. ഒരു സ്കൂപ്പ് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഫില്ലിങ് ബ്രേക്ക്ഫാസ്റ്റ്. നാട്ടിൽ പോയി വന്നേ പിന്നെ രാവിലെ ആപ്പിൾ സൈഡർ വിനീഗർ കൊടുക്കുന്ന സ്വഭാവം കുറേശ്ശെ കുറഞ്ഞു. കുറേശ്ശെ ഇല്ലാണ്ടായി. അത് കാരണം നേരെ ചായ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. 11 മണിക്കാണ് ജിമ്മ് ക്ലാസ്, യോഗ ക്ലാസ്. അതിന് മുന്നേ കുറച്ച് ഉച്ചക്കത്തെ കാര്യം റെഡിയാക്കണം. ഒരാഴ്ച മുറിക്കാണ്ടിരുന്നപ്പോഴേക്കും എല്ലാം കൂടി മൂത്തു. ഇനിയിപ്പോൾ ചീര അവിയലായിട്ടുണ്ടാകും. കാരണം എനിക്ക് അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ചീര അവിയലിന് ഇത്രയൊന്നും സാധനം വേണ്ട, ഇത് മതിയായിരിക്കും. ഇതിന് തീരത്തോളം കഴിച്ച് മതിയായി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ അവിയലാണ്. അത് മതി. ഞാൻ കുറേ നാളൊരു ഫ്രണ്ടിന് കൊണ്ടു കൊടുത്തതാ. ഇത്രയും ഇപ്പം നമ്മൾ അവിയലിന് എത്ര എടുക്കുന്നുള്ളൂ. ആകെപ്പാടെ എനിക്കുള്ള സാധനങ്ങൾ ഇതാണ്. ഇതിൽ ലേറ്റായിട്ട് നാട്ടിൽ നിന്നൊക്കെ വന്ന് ഓൾമോസ്റ്റ് ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ടാണ് വിത്തിട്ടത്. ആകെപ്പാട് 2 പാവൽ വരുന്നുണ്ട്, 2 വെണ്ട, കുറച്ച് മുളകുണ്ട് ഇവിടെ അവിടെ. തക്കാളി ഇന്നലെ ഞാൻ ഒരെണ്ണം പറിച്ചു, ഒന്നും ആവുന്നുണ്ട് കുറേശ്ശെ. ആകെപ്പാടുള്ള എനിക്ക് തോന്നുന്നു അത് അമര തണത്താൻ ഇവിടെ വിട്ടുണ്ടായിരുന്ന കിടന്ന് മുളച്ചാണ്. പയറിൽ കുറച്ച് ഉണ്ടാവുന്നുണ്ട്. ബീൻസും ഉണ്ടാവും, കുറേശ്ശെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. മുളക് ഇവിടെ മറിച്ചു കൊണ്ടിട്ട് ഈ ഒരു മുളകിൽ ഇത്ര ഉള്ളത്തോണം. കുറച്ച് മുരിങ്ങയിലും പറിക്കുന്നുണ്ട് കറി വെക്കാനായിട്ട്. 2 ചട്ടിയിലാണ് എൻ്റെ മുരിങ്ങയുള്ളത്. കഴിഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് മുരിങ്ങക്കായ കിട്ടി. ക്യാബേജ് തോരന് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് തിരുമ്മി. എൻ്റെ അടുത്ത് പച്ചമുളകില്ല, അത് കാരണം മുളക് പൊടി എടുത്തിട്ടു. പരിപ്പും മുരിങ്ങക്കായും എരിശ്ശേരി വെക്കാണ്. എരിശ്ശേരി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഭാഗത്ത് എരിശ്ശേരി. മുരിങ്ങക്കായല്ല, മുരിങ്ങയല്ല. കാണിച്ചില്ല അല്ലേ, പറിച്ചോണമെന്ന്. ഞാൻ എല്ലാം പറിച്ചില്ല, കുറച്ചേ പറിച്ചുള്ളൂ. ഇത്രയും കറി വെക്കാനുള്ളതുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റന്റ് ബോട്ടിലാണ് നേരെ. ഇല്ല, ഇതിന് എരശ്ശേരി എന്ന് പറയണത് പിന്നെ പരിപ്പ് ഇട്ട് എല്ലാ കൂട്ടാണോ? ഞാൻ എരശ്ശേരി എന്ന് പറയണത്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അല്ല, എറണാകുളത്ത് ഇതിൻ്റെ വേറെ വേർഷനാണ്. തേങ്ങാച്ചൂട്ടാന്ന് പറയും നമ്മൾ. പരിപ്പ് മുരിങ്ങയിലയും കൂടി ഇട്ടത്. പക്ഷേ അതിൽ നമ്മൾ പുളി ഒഴിക്കും. കോഴിക്കോടില്ല, പുളി ഒഴിക്കില്ല. ഇത് വെറും തേങ്ങ മാത്രം. അമ്മ പറയും വെറുതെ ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ടാണ് പരിപ്പ് വേവിക്കാൻ പാടുള്ളൂ എന്ന്. പക്ഷേ ഞാൻ എളുപ്പവഴി നോക്കിയിട്ട് മുളക് പൊടി എല്ലാം കൂടിയിട്ട് ഇൻസ്റ്റന്റ് ബോട്ടിൽ ഒരു 12 മിനിറ്റ്സ് വെക്കാൻ പോവാണ്. യോഗ ക്ലാസ് കഴിഞ്ഞു. സ്ലോ ഫ്ലോ യോഗ ആയിരുന്നു. അപ്പം they did a lot of upper back and shoulders which was so good. എൻ്റെ ഏറ്റവും ടൈറ്റ് ആയിരിക്കുന്ന 2 ഏരിയകളാണത്. ബിക്കോസ് നമ്മൾ ഫുൾ ടൈം കമ്പ്യൂട്ടർ റൂമിലെ വർക്ക് ചെയ്യുന്ന കാരണം. അതുമല്ല കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഞാൻ രാവിലെ രാത്രിയൊക്കെ വർക്ക് ചെയ്യായിരുന്നു. അപ്പം ഭയങ്കര ടൈറ്റായിരുന്നു. ജിമ്മിൽ പോകാൻ നേരം കിട്ടിയിട്ടില്ല കഴിഞ്ഞ 3 ആഴ്ച. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ 2 ദിവസം മുന്നേ യോഗയ്ക്ക് തന്നെ പോയി. അപ്പോൾ എല്ലാ യോഗ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വരാ ദിസ് ഇസ് സോ ഗുഡ്. പകുതി സ്ട്രെസ്സ് നമ്മുടെ ഈ യോഗയ്ക്ക് പോയി കഴിഞ്ഞാൽ കുറയുമെന്ന് വിചാരിക്കും. എന്തായാലും ആഴ്ചയിൽ 2 ക്ലാസ്സെങ്കിലും പോകണമെന്ന് വിചാരിക്കും. പക്ഷെ ഒന്നും നടക്കില്ല. ഹോപ്പ്ഫുള്ളി നാളെ എനിക്ക് ബോഡി പമ്പിന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ലെറ്റ്സ് സീ. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കണം. ആക്ച്വലി വീട്ടിൽ പോണതിന് മുന്നേ ഗ്യാസ് അടിക്കണം. ഇവിടെ മിക്ക ഗ്യാസ് സ്റ്റേഷൻ എന്നാണ് പെട്രോൾ പമ്പിന് പറയാം. ഗ്യാസ് സ്റ്റേഷനിൽ ഇതുപോലെ കൺവീനിയൻസ് സ്റ്റോർ ചെറുതുണ്ടാവും. ആക്ച്വലി ഇത് ഭയങ്കര നല്ല, അതിൻ്റെ ഉള്ളിൽ ഫുഡൊക്കെ കുറേ കിട്ടും. ഇവിടുത്തെ പിള്ളേരുടെ പോപ്പുലർ ഡെസ്റ്റിനേഷനിലാണ്. അപ്പോൾ വൈകുന്നേരം ആക്ച്വലി ഫാമിലീസൊക്കെ വന്നിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കും. എല്ലാ ഗ്യാസ് സ്റ്റേഷനിലും അല്ല, ചിലയിലും നല്ല ഫുഡാണ്. ഇപ്പോൾ ഇത് പല ആൾക്കാർക്കും അറിയാമെന്ന്. US ന്യൂജേഴ്സി ഈസ് എൻ എക്സെപ്ഷൻ. ഗ്യാസ് നമ്മൾ തന്നെ അടിക്കണം. ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ, ഡീസൽ, ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. ഗ്യാസലീൻ്റെ ഷോർട്ട് ഫോമാണ്. എനിക്കിത് വീഡിയോ എടുക്കാൻ ആരുമില്ല, ഞാൻ തന്നെയേ ഉള്ളൂ. ബേസിക്കലി ഇതാളൊന്നുണ്ട്, ഒറ്റ മനുഷ്യൻ ഉണ്ടാവില്ല. ഫുള്ളി നമ്മൾ തന്നെ ചെയ്യണം. ജീനിയിൽ വന്നപ്പോൾ ഭയങ്കര ഒരു പുതുമയായിരുന്നു. ബിക്കോസ് ന്യൂജേഴ്സിയിലെ എല്ലാ പമ്പിലും അറ്റൻഡൻ്റ് ഉണ്ടാവും നാട്ടിലെ പോലെ. ആദ്യത്തെ 2 തവണ ശരിക്കും പേടിയായിരുന്നു അടിക്കാനായിട്ട്. പക്ഷേ ഇപ്പം അത് പാർട്ട് ഓഫ് ലൈഫായി. ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ടാപ്പ് ചെയ്യാം. ചിലതിലൊക്കെ സിപ്പ് കോഡൊക്കെ അറിയാൻ പറയും. ഇതിൽ അതും കൂടി ഇല്ല. ഏതാണ് വേണ്ടത് എന്ന് നമ്മൾ ചൂസ് ചെയ്യുക, പമ്പ് ചെയ്യുക. നമ്മൾ ഫുൾ ടാങ്ക് അടിക്കൽ കാരണം ഫില്ല് ചെയ്യുന്ന വരെ നമ്മൾ നിൽക്കും. തണുത്ത് സ്റ്റോപ്പ് ആവും.
കണ്ടോ നിന്നു. ഗ്യാസ് ഇത് ഫുള്ളായപ്പം അത് നിന്നു, ഫുൾ ടാങ്കായി. ബോട്ടിൽ മുരിങ്ങയും പരിപ്പും വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ അരച്ച് ചേർക്കണം, കടുക് വറുക്കണം. വൈദ്യുതി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തീരെ പിടിക്കാനുള്ള ചുവന്ന കളർ ഉണ്ട് കേട്ടോ. ഞാൻ പച്ചമുളക് ഇല്ലാത്ത കാരണം നിറച്ച് മുളക് പൊടി ഇട്ടു. അതിന് ചുവന്ന ചിക്കൻ ബിജു ജിമ്മിൽ പോയേക്കാണ്. അതാണ് റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അടച്ച് വെച്ച് വേവിക്കണം. കടുക് വറുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് ചീര അവിയലിന് കഷ്ണം നുറുക്കിക്കൊണ്ടിരിക്കണം. ഇത് കണ്ട ഇങ്ങനെ ചീരയുടെ തണ്ട് ഈമ്പാൻ പറ്റുന്ന സൈസ് കഷ്ണമാക്കിയിട്ടാണ് ഇടുന്നത്. തണ്ടാണ് മെയിനായിട്ട് ഇടുന്നത്. കുറച്ച് ഇല ചെറുതായിട്ട് അരിഞ്ഞിടും, ബിക്കോസ് ഇല്ലെങ്കിൽ ഇത് മാത്രമേ ഉണ്ടാവില്ല കഷ്ണം. വേറൊരു കഷ്ണം ഇടലില്ല ഞാൻ ചീര അവിയലിൽ. ബാക്കിയൊക്കെ റെഗുലർ അവിയൽ വെക്കുന്ന പോലെ കഷ്ണം ചീരയെന്ന് മാത്രം. മഞ്ഞളും ഇടില്ല, ബിക്കോസ് ഇതൊരു വെളുത്തിരിക്കും അവിയൽ. വെളുപ്പും ചുമപ്പും എല്ലാം കൂടി ഇരിക്കും. ഇത് സാധാരണ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നിറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്, ബിക്കോസ് ഇന്ന് സാറ്റർഡേ ആണ്. നാളെ സൺഡേ ലഞ്ചിനും കൂടി എന്തായാലും എനിക്ക് വേണം. ഞാൻ ഒരു സമയം നാളെ ഉണ്ടാക്കാൻ പോണില്ല. വേഴ്സ്റ്റ് കേസ് ഒരു മീനോ മുട്ടയോ ഉണ്ടാക്കും നോൺ വെജ് കഴിക്കാനായിട്ട്. Because Sunday I would rather spend time on making stuff for the week. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ചീര അവിയലിൻ്റെ കഷ്ണങ്ങൾ. ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ. ബാക്കിയുള്ള ചീരയുടെ എല്ലാം അരിഞ്ഞിട്ട് ഞാൻ ഫ്രീസ് ചെയ്യാൻ പോവാണ്. ഐ ഹവ് നോട്ട് ഡൺ ഇറ്റ് ബിഫോർ. പക്ഷെ നമ്മൾ ഫ്രോസൺ സ്പിനച്ച് ഒക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോഴേ അതേപോലെ തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, ഞാൻ എന്ത് ഫ്രീസ് ചെയ്യുമ്പോഴും പേര് എഴുതി ഡേറ്റ് എഴുതി വെക്കും. ദാറ്റ് വേ ഐ നോ വാട്ട് ഇറ്റ് ഇസ് ആൻഡ് ഐ ഡോണ്ട് ഫർഗെറ്റ്. ആ വീലിൻ്റെ അരപ്പാണ്. ബിജു ജിമ്മിൽ നിന്ന് നേരെ ഞങ്ങളുടെ ഏഷ്യൻ സ്റ്റോറിൽ പോയിട്ട് മുളക് വാങ്ങിച്ചിട്ടുണ്ട്. എരിവുണ്ടോ അറിയില്ല. കുറച്ച് ജീരകം, തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി. ഞാൻ തൈരാണ് ഇട്ടണേ അവിയലിൽ, ബിക്കോസ് ചീര അവിയലായതുകൊണ്ട് വെളുത്തിരിക്കണം. അത് കാരണം പുളി ഒഴിക്കുന്നില്ല. നമ്മൾ കറിക്ക് വയ്ക്കുന്ന പോലെ അത്ര സ്മൂത്തായിട്ട് അരയ്ക്കേണ്ട അവിയലിന്. ചീരത്തണ്ട് വെന്തു. നമ്മൾ നേരത്തെ കാണിച്ച് തേങ്ങ കുറച്ച് തൈരും കൂട്ടി അരച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തേക്കാണ്. മിക്സ് ചെയ്തിട്ട് ഉപ്പ് എരിവൊക്കെ നോക്കണം. ഇന്ന് എൻ്റെ ഫ്ലോപ്പ് ദിവസമാണ് എനിക്ക് തോന്നുന്നത്. എടുത്ത തേങ്ങ കൂടിപ്പോയി. അപ്പം ലുക്സ് ലൈക്ക് തേങ്ങ അവിയൽ, നോട്ട് ചീര അവിയൽ. എനിവേ സൈഡിൽ നിന്ന് പതഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പം ഓഫാക്കിയിട്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി വെച്ച് അരച്ച് വയ്ക്കും. വേവിച്ച് വെച്ച പരിപ്പിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകം കൂടി അരച്ച് ചേർത്തിട്ടുണ്ട്. തിളപ്പിക്കണം. ക്യാബേജ് ചോറും കഴിഞ്ഞു. ഭയങ്കര എരിവായിപ്പ്. മുളക് പൊടി ഇത്രയും വലിച്ചൊരിട്ടിട്ട് ജിമ്മിൽ പോകുന്നതിന് മുന്നായിട്ടുണ്ടാകുന്ന ചോറ്. എരിശ്ശേരിയും കടുവറുത്തിട്ടു. ചെറിയ ഉള്ളിയും തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് കടുവറുത്തിട്ടപ്പോൾ. ബിജു ഏഷ്യൻ കടയിൽ നിന്ന് മീൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്ത് മീനാ? അതൊക്കെ നമ്മൾ എണ്ണ ചൂടാവാൻ ഇടുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് നമ്മുടെ ഇലക്ട്രിക് സ്റ്റൗവിലേക്ക് വെക്കും, മണം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കോറി എന്ന് പറഞ്ഞ മീൻ. നമ്മൾ പണ്ട് കാണിച്ചിട്ടുണ്ടെന്ന്. ഇനിയിപ്പോൾ നമ്മൾ ഈ കഷ്ണമൊക്കെ ഇൻഡിവിജ്വലി അഗൈൻ പണ്ട് നമ്മൾ മറ്റേ DC ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് മീൻ വാങ്ങുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കഷ്ണങ്ങൾ നമ്മൾ ഇൻഡിവിജ്വലി പ്ലാസ്റ്റിക് റാപ്പിൽ റാപ്പ് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് വെക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് തൊലി കളഞ്ഞിട്ടാണ് യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ ഫ്രഷായിട്ട് യൂസ് ചെയ്യുന്ന കാരണം നമുക്ക് തൊലി കളയാൻ പറ്റില്ല. ഫ്രീസ് ചെയ്ത സാധനത്തിന് എളുപ്പമാണ് തൊലി കളയാൻ. ഇതൊക്കെ ഞാൻ പണ്ടത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്, ലിങ്ക് ചെയ്യാം. ഞങ്ങളുടെ ലഞ്ച് ഇതാണ്. ചോറും പരിപ്പും മുരിങ്ങയില എരിശ്ശേരി. ഞങ്ങളുടെ വീട്ടിലുണ്ടായ മുരിങ്ങയിലയാണ്. കുറച്ച് വറുത്തായി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ആപ്പിളിൻ്റെ അച്ചാറാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ എനിക്ക് ഞാൻ റെസിപ്പി ഷെയർ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ മീൻ വറുത്തത്, പോർഗി, ഞങ്ങളുടെ വീട്ടിലുണ്ടായ ചീര വെച്ചുണ്ടാക്കിയ ചീര അവിയൽ, ക്യാബേജ് ചോറ്. ഇത്രയും വിഭവസമൃദ്ധമായിട്ട് നോർമലി കഴിക്കലൊന്നുമില്ല. ഇതിപ്പം ഉണ്ടാക്കിയതാണ്. നാളത്തെയും കൂടി ബാക്കി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഫ്രണ്ട് കൊണ്ടു തന്നാണ്. അവരുടെ വീട്ടിലുണ്ടായ മുന്തിരിങ്ങ നിറച്ചുമുണ്ട്. ഇത് ഈ ഡാർക്ക് കളർ മുന്തിരിങ്ങയിൽ സീഡുണ്ട്. പച്ചയ്ക്ക് സീഡില്ല. നല്ല മധുരമുണ്ട് കേട്ടോ. നിറച്ചുണ്ട്. ഞാൻ ഓൾറെഡി ഇന്നലെ കുറേ എടുത്ത് കഴിച്ചു വരുന്നു. ഇതാണ് അവരുടെ മുന്തിരിത്തോട്ടം. ഞാൻ അന്ന് പോയപ്പോൾ വെറുതെ വീഡിയോ എടുത്തതാണ്. അവരുടെ ഡെക്കിൻ്റെ 2 കോർണറിലും ഓരോരോ പെർഗോള വെച്ചിട്ട് അതിലാണ് മുന്തിരിങ്ങ പടർത്തിയേക്കുന്നത്. ആ ഡാർക്ക് കളർ മുന്തിരിങ്ങ നാട്ടിലെ മുന്തിരിങ്ങ പോലെയാണ്. അതിൻ്റെ തൊലിക്ക് ചെറിയൊരു പുളിപ്പുണ്ട്. വെറൈറ്റിയുടെ പേരറിയില്ല. അവർ വാൾമാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചതെന്നാണ് പറഞ്ഞത് കുറേ കൊല്ലം മുന്നേ. ഞങ്ങൾ മിൻറ്റിനെ കൊല്ലാനുള്ള ശ്രമം നടത്തിയതാണ്. ഇത് ലാൻഡ്സ്കേപ്പ് ഫാബ്രിക് വിരിച്ചു. പക്ഷേ എനിക്കൊന്നും ഭയങ്കര ചൂടായിരുന്നു ഞങ്ങൾക്ക്. ആ ചൂടത്ത് ഇത് വലിഞ്ഞ് കീറി അതിൻ്റെ ഉള്ളിൽ കൂടി മുളച്ചേക്കുന്നത്. പുതിയ കട്ടിയുള്ള ലാൻഡ്സ്കേപ്പ് ഫാബ്രിക്, ഹെവി ഡ്യൂട്ടി ലാൻഡ്സ്കേപ്പ് ഫാബ്രിക് ഈ ഹോൾ ഏരിയയിൽ നമ്മൾ ഇടാൻ പോവാണ്. ഈ ബെഡ് ഇക്കൊല്ലം നമ്മൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. മിൻറ്റ് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി വരുന്നുണ്ട്. ഓട്ടോയിൽ കൂടി കാർഡ്ബോർഡ് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ വേഗം കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ലാൻഡ്സ്കേപ്പ് ഫാബ്രിക് യൂസ് ചെയ്യുന്നത്. കാർഡ്ബോർഡ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഇയർ മുഴുവൻ നമുക്ക് അടച്ചിടേണ്ടി വരും. നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഹോപ്പ്ഫുള്ളി ദിസ് വിൽ വർക്ക്. ഭയങ്കര ഹ്യൂമിഡിറ്റിയായിരുന്നു. തളർന്നു പോയി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും. നമ്മളിങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. ആ ഒരു കഷ്ണം ഫാബ്രിക് ബാക്കി വന്നിട്ട് ഉണ്ട്. കുറച്ച് ഇഷ്ടിക കുറവാണ്. മുമ്പൊന്ന് 2 കല്ലെടുത്ത് കൊണ്ടുവെക്കണം അവിടെ. മെസ്സൊക്കെ പ്ലീസ് ഡിസ്റിഗാർഡ്.
കളയൊക്കെ പറിച്ചിട്ട് ക്ലീനപ്പ് ചെയ്തിട്ടില്ല. ഇന്ന് ഫൈനലി കുറച്ച് സമയം കിട്ടിയതാണ്. അപ്പോൾ കുറച്ച് ചോസ് ചെയ്ത് തീർക്കാറുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ഇതാണ് ജീൻസിൻ്റെ നീളം കുറയ്ക്കുന്നത്. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത് മോളുടെ ജീൻസാണ്. 2 മാസം എൻ്റെ പുറകെ കിടക്കുന്നത് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു വീക്കെൻഡ് ഫ്രീ ആക്കി ഇട്ടിട്ട് എന്നിട്ട് ചെയ്യാതെ പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി എല്ലാം മെഷർമെൻ്റ് ഒക്കെ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ ഇത് തയ്ക്കണം. ഓൾറെഡി ഡെനം ഇതിന് പോകുന്ന അതേ നൂല് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവുക ഇല്ല. ഐ ലിങ്ക് ടു ദറ്റ് വീഡിയോ വിച്ച് ഹാസ് എ ഡീറ്റെയിൽ ട്യൂട്ടോറിയൽ. വേറെ 3-4 ജീൻസും കൂടി ഇറക്കം കുറയ്ക്കാനുണ്ട്. അതുമല്ലാണ്ട് കുറച്ച് ബ്ലൗസ് അഴിക്കാനൊക്കെ ഉണ്ട്. അപ്പം തുന്നൽ കാച്ചപ്പ് ഡേ ആണ്. ഏതായാലും ഞാൻ എൻ്റെ തുന്നൽ പണി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ബിജു താങ്ക്ഫുള്ളി ഡിഷ് വാഷർ ലോഡ് ചെയ്തു. രാത്രി ഡിന്നറിൻ്റെ സാധനം മാത്രമേ ഇനിയിപ്പോൾ ബാക്കിയുള്ളൂ. നമ്മൾ ചപ്പാത്തിക്ക് ഒരു സ്പെഷ്യൽ എഗ് കുറുമയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഈ അമ്മയ്ക്ക് പണ്ട് ഫെമിനിന്ന് കിട്ടിയ ഒരു റെസിപ്പിയാണ്. എന്തോ ഒരു എഗ്ഗിൻ്റെ ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്നില്ലേ നാട്ടിൽ, മേരി ജാൻ മുർക്കിക്ക് അണ്ട് എന്നൊരു പാട്ടിൻ്റെ ഒരു പരസ്യം വരില്ലായിരുന്നു. ആ കോർപ്പറേഷൻ, എൻ്റെ പേരെനിക്ക് ഓർമ്മയിട്ടാണല്ലോ, അവർ പബ്ലിഷ് ചെയ്ത ഒരു റെസിപ്പിയാണ്. ഞാൻ ഇത് കല്യാണം കഴിച്ച് വന്നപ്പോൾ ഒരു റെസിപ്പി ബുക്ക് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. അതിൽ അമ്മയുടെ റെസിപ്പിയും ഞാൻ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിലെ വെള്ളത്തിൻ്റെ മാർക്കൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഇത് ശരിക്കും വെൽ യൂസ്ഡ് റെസിപ്പിയാണ്. ആ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയാൻ കാരണം ഇതിൽ പീനട്ട്, തേങ്ങ ഒക്കെ ഉണ്ട്. ഇതിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. 3 ടേബിൾ സ്പൂൺ തേങ്ങ വറക്കുകയാണ്. ജസ്റ്റ് റോസ്റ്റ് ചെയ്താൽ മതി, ഭയങ്കരമായിട്ട് ചുമക്കൊന്നും വേണ്ട. പാരലലി നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ ഉപയോഗിക്കാൻ, ഞങ്ങൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതിലൊരു 2.5 വലിയ സവോള സ്ലൈസ് ചെയ്തത് വഴറ്റാം. തേങ്ങ പകുതിയിൽ കൂടുതൽ ആയി, ഓൾമോസ്റ്റ് ആയി. തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് 2 വലിയ കശ്മീരി മുളക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയാം ജീരകം, 1 ടീസ്പൂൺ ഫുൾ മല്ലി. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ മല്ലി കേട്ടോ. അതും കൂടി ഇട്ട് നമുക്ക് വെച്ചിട്ട് ഇത് ഓഫാക്കാറായി. ഓഫാക്കുന്നതിന് ജസ്റ്റ് മുന്നേ ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല, മുളക് പൊടി ആഡ് ചെയ്യാണ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. ഇതിനി ഓഫാക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി എനിക്ക് ചെറുതായിട്ട് അരിയണം. 7 വലിയ വെളുത്തുള്ളി 2 ചോപ്പ് ചെയ്തിട്ട് സവാളയുടെ കൂടെ ഇട്ട് വഴറ്റാൻ പോവാം. ഇവിടെ സവാള ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പം സവാളയുടെ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത തേങ്ങ സവാളയിലേക്ക് ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കണം. അതേ പാന യൂസ് ചെയ്യുകയാണെങ്കിൽ പൊടികളുടെ റെസിഡ്യൂ ഉണ്ടാകാൻ പാടില്ല, ബിക്കോസ് അത് കരിയും. പ്ലീസ് റിമെമ്പർ ടു ഇത് വാഷ് ഇറ്റ്, അല്ലെങ്കിൽ ഒന്ന് തുടച്ച് എടുക്കണം. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിൽ കംപ്ലീറ്റ്ലി മറന്നുപോയി ചെയ്യാനായിട്ട്. 1.5 പിടി പീനട്ട്. ഇത് തൊലിയുള്ളതും തൊലി ഇല്ലാത്തതും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ, ഡസൻ റിയലി മാറ്റർ. പച്ച പീനട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് പീനട്ട് അത് ഡയറക്റ്റ്ലി യൂസ് ചെയ്താൽ മതി. എൻ്റെ അടുത്തുള്ള പച്ച പീനട്ടാണ്. ഇതും നമ്മൾ നേരത്തെ കാണിച്ച ഉള്ളിയുടെയും തേങ്ങയുടെ കൂടെ അരയ്ക്കണം. നമ്മൾ ചൂടാറി കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് കപ്പലിൻ്റെ അരയ്ക്കാം. ആദ്യം ഇത് അരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിയുടെ കൂടെ അരച്ച് കഴിഞ്ഞാൽ ചിലപ്പം കപ്പലിൻ്റെ പൊടിഞ്ഞില്ലെങ്കിലോ വെച്ചിട്ടാണ്. ഫുള്ള് അരഞ്ഞിട്ടില്ല, എന്നാലും നല്ല പൊടിയായില്ല. ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചേക്കുന്ന മിക്സ്ചർ എല്ലാം ഉള്ളത് പകുതി ഇടുന്നുള്ളൂ, ബിക്കോസ് എൻ്റെ ജാറ് ചെറുതാണ്. ഇതിൻ്റെ കൂടെ 2 തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അരയ്ക്കുന്നുണ്ട്. പകുതിയാക്കിയിട്ട് തക്കാളിയും 2ൻ്റെയും കൂടെ ഇടാണ്. ഒറിജിനൽ റെസിപ്പിയിൽ ടൊമാറ്റോ പേസ്റ്റ് യൂസ് ചെയ്യാനാണ് പറഞ്ഞത്, സെപ്പറേറ്റ് ആയിട്ട്. ഞാൻ എളുപ്പത്തിന് ചെയ്യുന്നതാണ്. കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് 2 ബേ ലീഫ് ഇട്ട് വഴറ്റാം. അതിൽ നിന്ന് മണം വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് അതിലേക്ക് ഇട്ട് വഴറ്റാം. ഇതിൽ തക്കാളി പച്ചയ്ക്കാണ്ടിരിക്കണേ, അപ്പോൾ തക്കാളി കുറച്ച് വേവണം. ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇത് കഴുകി അങ്ങ് അതിലൊഴിച്ച് അടച്ചു വെച്ച് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ കുറേ നേരം എടുക്കും ഈ തക്കാളി വെന്ത് വരാനായിട്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റായി ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ വഴറ്റണം. കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് കഴിക്കണം. തീ മീഡിയത്തിൻ്റെ സിമ്മിൻ്റെ ഇടയിൽ വയ്ക്കും. ആ തക്കാളി വേവാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഒരു 15 മിനിറ്റ്സ് ആയി നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ട്. ഇറക്കി വെള്ളം കുറഞ്ഞപ്പോൾ ഞാൻ പിന്നെയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മുട്ട ആഡ് ചെയ്യാം. ഞങ്ങളുടെ വീട്ടിൽ മുട്ട പകുതിയാക്കി മുറിക്കലില്ല, ബിക്കോസ് എനിക്ക് പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞ തീരെ ഇഷ്ടമല്ല. കാരണം പകുതിയാക്കി കഴിഞ്ഞാൽ ആ മഞ്ഞ കറിയിലേക്ക് വരുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ മുട്ട പൊട്ടിച്ചിടാത്തത്. അതിന് പകരം ഞങ്ങളിതിങ്ങനെ കീറിയിടും. പിന്നെ കറിയുടെ ടേസ്റ്റിൻ്റെ ഉള്ളിലേക്ക്
പിടിക്കും. നമ്മൾ മുട്ട ആഡ് ചെയ്തിട്ട് ഒരു 7 മിനിറ്റ് സിമ്മിൽ നമുക്കിത് അടച്ചു വെക്കാം. സിമ്മല്ല, മീഡിയം സിമ്മിൻ്റെ ഇടയിൽ. അപ്പോൾ കറി നിറച്ചുകൊണ്ട് എനിക്ക് എപ്പോഴും വരുന്നതാണ്. ഇങ്ങനെ എക്സ്ട്രാ ഉള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണം കൂടി ഇടും. ഇതിപ്പോൾ ടു ലേറ്റ് ടു ആഡ്. സാധാരണ ആ ചെറിയ ഉരുളക്കിഴങ്ങ് ഞാൻ ആഡ് ചെയ്യൽ. ഞാൻ പണ്ട് മറ്റേ താൻസ്ഗീവിൻ്റെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടില്ലേ, ആ ചെറിയ ഉരുളക്കിഴങ്ങ് അതേപടി ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്വാദം ഉണ്ടാവും ഇതിൻ്റെ കൂടെ. ഇപ്പം എൻ്റെ അടുത്ത് ഇതില്ല, അത് കാരണം നമുക്ക് ഓഫ് ചെയ്യാം. തക്കാളിയൊക്കെ വെന്തു. അത് കുറച്ച് മല്ലിയിലിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പം ഡിന്നർ ഇതാണ്, ചപ്പാത്തിയും സ്പെഷ്യൽ എഗ് കുർമ. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.